ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. സോ ഇന്ന് നമ്മൾ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ എന്ന എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഓഫീസിലേക്ക് പോവാം, വാ. ഗാന്ധി പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഈ കള്ളന്മാർ. ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള ഈ പാർക്കിംഗ് ഇല്ലേ, ഇവിടെയാണ് ഞാൻ വന്നിരിക്കാറ്. ഇപ്പോൾ ഈ വൈറ്റ് ടീഷർട്ടിൽ ഒരു പയ്യൻ ഇരിക്കുന്നില്ലേ, അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കാറ്. അതിൻ്റെ ആ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ ക്യാബ് വരും. അവിടെ നിന്ന് നമ്മൾ അതിൽ കയറിപ്പോവും. അങ്ങനെയാണ് പതിവ്. ക്യാബ് വന്നു. ഞാൻ ക്യാബ് കാണിച്ചു തരാം. നടന്ന് നീങ്ങുന്ന RRD ക്യാബ് ഒന്ന് കാണുന്നില്ലേ, അതിൽ നിൽക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ പോയതല്ല, ഇവരൊക്കെ. അങ്ങനെ ക്യാബ് കയറുമ്പോൾ തന്നെ തലയുള്ള പാട്ടാണ് മരണമാണ്. ക്യാബിൽ ആൾ കുറവൊന്ന് നോക്കണ്ട, കുറച്ചേക്ക് എല്ലാവരും കയറും. അനിരുദ്ധേ ഇന്ന ബസ്സിൽ പെൺപിള്ളേരൊക്കെ കുറവാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സങ്കടത്തിലാണ് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അവൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവൻ്റെ ട്രെയിനറല്ലേ. ഗൈസ് കണ്ട, എൻ്റെ ഫാൻസ് കണ്ട, എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ് എൻ്റെ പേര് ബൊഗുവേ ചാനൽ. സബ്സ്ക്രൈബ്, കള്ളായിക്കണ്ണും പൊട്ടിച്ച് എല്ലാ വീഡിയോസും കാണുകയാ. ഓക്കെ, ഇതാണ് നമ്മളെ വള്ളക്കടവ് ഡോൺ അഫ്സൽ. മുടിയൊന്ന് മാറ്റിയാണ്. എൻ്റെ മുടി മാറ്റം എന്താ പറയുന്നത്, കളർ അടിച്ചിരിക്കുന്നതാണ് അത്. ഗൈസ്, അങ്ങനെ നമ്മൾ ടെക്നോ പാർക്ക് റീച്ച് ആയി. ഇറങ്ങട്ടെ. കാറിന്ന് ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ കാറൊന്നുമല്ലോ, ക്യാബ്. ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു സെക്യൂരിറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗൈസ്, ഇതാണ് എൻ്റെ ബിൽഡിംഗ്, തേജസ്വിനി ബിൽഡിംഗ്. ഇത്ര അടുത്ത് കാണിച്ചതിൽ ക്ഷമിക്കണം. ഗൈസ്, ഇതാണ് നമ്മുടെ പാട്ടുപെട്ടി. അതായത് നമ്മളെ ചിപ്സ്, ചോക്ലേറ്റ് അതൊക്കെ ഉള്ള ഒരു ബോക്സാണ്. വെൻഡിങ് മെഷീൻ എന്നാണ് പറയുന്നത്. വെൻഡഗൺ മെഷീൻ, അങ്ങനെ എന്തൊരു സംഭവമാണ്. അപ്പോൾ പാർത്ഥിബിനെ കൊണ്ട് ഞാൻ ജ്യൂസ് വാങ്ങിപ്പിക്കുകയാണ്. പാർത്ഥിബ്, ബാങ്ങടാ. നീ കുടിച്ചതുപോലെ തന്നെ വന്ന് വീഴുന്നത് നിങ്ങൾ കണ്ട? പക്ഷെ കണ്ടില്ലേ അല്ലേ, എറാ. സെൽഫ് സർവീസാണ് ഗൈസ്. ജ്യൂസ് പാർത്ഥിബ പൊട്ടിറാ. വന്നതല്ലേ, അപ്പൊ ക്ഷീണിച്ചപ്പോ ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. ഇവന് നേരെ കുത്താൻ പോലും അറിഞ്ഞു. നാണം കെടുത്താതറാ, പൊട്ടിച്ച്. മതി പോ. ഗൈസ്, ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 3 എണ്ണം ഉണ്ട്, ഒന്നും വരുന്നില്ല. എന്തോന്നടേ ഇതൊക്കെ, വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. പാർത്ഥിബ്, ഗൈസ്, ഇപ്പോൾ ഇതിൽ 2 ക്യാമറ ഉണ്ട്. ഒരെണ്ണം എൻ്റെ ഫോണിലെ ക്യാമറയും ഒരെണ്ണത് ലിഫ്റ്റിലെ ക്യാമറ കേട്ടോ. ഗൈസ്, അങ്ങനെ ലിഫ്റ്റ് കയറി 5th ഫ്ലോറിലെത്തി. തേജസ്വിനി ബിൽഡിംഗ്. അങ്ങനെ ഫ്ലോറിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഫോൺ അലൗഡല്ല. സോ ലോക്കറിൽ വേണം ഫോൺ വയ്ക്കാൻ കണ്ട. അങ്ങനെ വച്ചിട്ട് അകത്ത് പോയിട്ട് വരാം ഗൈസ്. ബൈ ബൈ. പോടാ. One eternity later. ഹലോ ഗൈസ്, അപ്പം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ ബ്രേക്ക് ടൈമിന് ഇറങ്ങി ചായ കുടിക്കാൻ പോവുകയാണ്. കാണിച്ചു തരാം, വാ.
ഗൈസ് അങ്ങനെ ഞങ്ങൾ 7th കഫ്റ്റീരിയയിൽ ചായ കുടിക്കാൻ വന്നത്. AML ചായ കുടിക്കുന്ന കണ്ടില്ലേ? ഓസ് പൈസയ്ക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുമെന്ന് അഭിമാനത്തോടെ പറയുകയാണ് AML. പാർത്ഥിവുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. സ്വദേശി ഗൈസ്, യുവമാർക്ക് നിങ്ങളോട് എന്തോ പറയണോ? എന്തോന്ന് പറയണം? ഗൈസ്, ബ്രെഡ് ബജി കൊള്ളാം. ആക്ച്വലി ബ്രെഡ് മാത്രമല്ല, മുട്ട ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബ്രെഡ് റോൾ ആണെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്, ഇതാണ് നമ്മളെ 7th ഫ്ലോർ ബാൽക്കണി, ടെക്നോ പാർക്ക്, തേജസ്വിനി ബിൽഡിംഗ്. ഇവ എല്ലാത്തിലും ഉണ്ടല്ലോ അവിടെ. എവിടെ നിന്ന് നല്ല വ്യൂ ആണ്, കാണാൻ പറ്റും. എൻ്റെ ഗൈസ്, ഇതാ ഓപ്പോസിറ്റ് കാണുന്ന പുതിയ ബിൽഡിംഗ് ആണ്. ഇവിടെ വീണ്ടും വീണ്ടും കമ്പനീസ് വരികയാണ്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരുപാടാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും ആർക്കും ജോലി കിട്ടുന്നില്ലെന്നുള്ളത് വളരെ സത്യാവസ്ഥയുള്ള കാര്യമാണ്. എന്തോ സാധനം പാർട്ടി പറയണേ, അതോ പാലത്തിൻ്റെ മേലിൽ നിന്ന എന്തോ കാണുമെന്ന്. പാർത്തി ഹായ് പറയൂ സബ്സ്ക്രൈബേഴ്സിന്. ഗൈസ്, നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വീണ്ടും വരും, ഇനിയും സമയമുണ്ട്. ഗൈസ്, താഴെ ഹോട്ട് വീൽസ് പോലെ വെറും കാറുകളായിട്ട് കിടക്കുന്നില്ലേ? ഇതാണ് നമ്മളെ -4 പാർക്കിംഗ്. അത് വേറെ, അത് ശ്രദ്ധിക്കണ്ട. ആ വിളി, അതിലൊരു നീല എന്തോന്ന് പറയാ, അത് ഷീറ്റ് കാണുന്നില്ല. അതാണ് ഒരു ചായക്കട കേട്ടാ. സൂം ചെയ്യാൻ വേണമെങ്കിൽ ആ കുടയിലെന്ന് ചായക്കടയിലാണ് നമ്മൾ ചായ കുടിക്കാൻ എന്നും പോകുന്നത്. ഗൈസ്, അവിടെ നിന്ന് ഒരാൾ നടന്നു പോകുന്നില്ല, അതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. അവിടെ ഒരാൾ ഇരിക്കുന്നില്ലേ, അത് അവിടെ ചായ കുടിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അടുത്തൊരു കറുത്ത സാധനം ഇരിക്കുന്നില്ലേ, അതാണ് ആ ടാങ്ക്. ബാക്കി വേറെ സ്ഥലങ്ങളാണ്, പിന്നെ പറഞ്ഞുതരാം. ഗൈസ്, ഈ 7th നിന്ന് കാണുമ്പോൾ, അതായത് 7th ഫ്ലോറിൽ നിന്ന് കാണുമ്പോഴേ നല്ല വ്യൂ ആണ്. കണ്ട ഗൈസ്, എല്ലാം കാണാം. റോഡ് സൈഡും പാലവും ബിൽഡിങ്സും ഒരു വൈബാണ്. പ്രത്യേകിച്ച് നൈറ്റൊക്കെ സൂപ്പറാണ്. ഞാൻ നൈറ്റ് ഇങ്ങോട്ട് ഞാൻ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങും. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. സൂപ്പറാണ്. യെസ്, 1 വാച്ചിട്ട ആളെ കണ്ടു കാണും, 2 വാച്ചിട്ട ആളെ കണ്ടു കാണും, 3 വാച്ചിട്ട ആളെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആള്. ഗൈസ്, അങ്ങനെ ടീ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഓഫീസിലേക്ക് ഫ്ലോറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം വീണ്ടും ബ്രേക്കിന് ഇറങ്ങാം. ബൈ ബൈ. A few minutes later. ഹായ് ഗൈസ്, ഞാൻ വീണ്ടും എത്തി. ഇപ്പോൾ നമുക്ക് 7:30 ആയ ടൈമു. എനിക്ക് ടീം ഹഡിലുണ്ട്. സോ ഒരു ടീം മീറ്റിംഗ് ആണ്. സോ അതിനൊന്ന് പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. സോ മീറ്റിംഗ് കഴിഞ്ഞ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഗൈസ്, അപ്പം നമുക്കങ്ങനെ ഹഡിൽ തീർന്നു. ഇവനെ എപ്പോഴും എൻ്റെ കൂടെ കാണാം, വേറെ വാക്കില്ല. അതുകൊണ്ട് ഇവനെ കൊണ്ട് നടന്നേ പറ്റൂ. ഹഡിൽ പറഞ്ഞ എന്താണ് പറഞ്ഞത്? നല്ലപോലെ വർക്ക് ചെയ്യുക, കറങ്ങി നടക്കരുത്, സമയത്തിന്റെ അകത്ത് കയറുക, പെമ്പിള്ളേരെ നോക്കരുതെന്ന് വരെ ഹഡിൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ദർശനം കിട്ടിയാൽ എന്ന് പറയാം. ഹഡിൽ കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ നമ്മൾ അകത്ത് എന്തോന്ന് പറയുന്നത്, അകത്ത് കയറാൻ പോവാണല്ലേ? അകത്ത് കയറാൻ പോവാണ്. കയറിന് ഗൈസ്, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം. മുകളിൽ നമ്മളെ നോക്കി 3 പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. ആ പിള്ളേരുടെ വീഡിയോ ഇപ്പോൾ ഇതിൽ പതിയെ നോക്കിയോ. ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ അതെങ്ങനെ, അത് ഏത് ആംഗിൾടാ? ആംഗിള് തെറ്റി കേട്ടാ. ഗൈസ്, അതാ 4 പൂച്ചട്ടി ഇരിക്കണുണ്ടില്ലേ? അത് ഗൈഡ് ഹൗസിൻ്റെ ഫ്ലോറാണ് കേട്ടാ. അത് 3rd ഫ്ലോർ.
ഇത് ഫ്യൂച്ചർ, ഇതിപ്പം ഈ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച എന്താണ് എല്ലാം ശരിയാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 5th ഫ്ലോർ, ഇവിടെ ഇന്നോവലും ഉണ്ട്, പിന്നെ RRD ഉണ്ട്. പിന്നെ അത് 6th ഫ്ലോർ, അവിടെ RRD മാത്രമേ ഉള്ളൂ. 7th ഫ്ലോറിലൊന്നും എടുക്കാൻ പറയരുത്, അത് ഞാൻ വൈകിട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇങ്ങനത്തെ വണ്ടി ഇതുവരെ ഓണാവാതെ ഇപ്പോഴത്തേക്കായിട്ട് 5 മിനിറ്റായി ഗൈസ്. ആ വെള്ള പാൻറ്റ്, ആ ബൈക്ക്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് കഫ്റ്റീരിയന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സോ വെളിയിൽ പോയി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ലൈറ്റ് അല്ലേ, ടെക്നോ പാർക്ക് ക്യാമ്പസിൽ തന്നെ ഇസ്താംബുൾ റോൾസ് ആൻഡ് ഗ്രിൽസ് എന്നൊരു കടമുണ്ട്. അപ്പോൾ അവിടെ പോയാണ് നമ്മൾ അൽഫാം കഴിക്കാറ് പതിവ്. അപ്പോൾ വീണ്ടും വെട്ടം അവിടെ പോയി അൽഫാം കഴിക്കാനാണ് ഉദ്ദേശം. സോ 4 പേരുണ്ട്. 3 പേര് നേരത്തെ തന്നെ കടയിൽ പോയിട്ടുണ്ട്. ഒരാൾ എന്നെ എടുക്കാൻ വേണ്ടി ഇപ്പോൾ വരും. അവന് വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. എവിടെയാണോ എന്തോ. ഗൈസ്, ഇതാ ഒരു വെള്ള ലൈറ്റ് ഇട്ട് വരുത്താൻ വരുന്നില്ല. ഇവനാണ് എന്നെ വിളിക്കാൻ വേണ്ടി വരുന്നത്. ഇത്ര സമയം എന്തോടെ? അജിത് കുമാർ എന്നാണ് വിചാരം. ഗൈസ്, ഞങ്ങനെ ഇസ്താംബുളിലേക്ക് പോയിട്ട് ഹമ്പടം കേട്ടോ, കാർത്തികേയൻ. ഗൈസ്, പിന്നെ ടെക്നോ പാർക്കില് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിയിൽ പോയിക്കൂടാ, സീനാണ്. പക്ഷെ നമുക്ക് പോവാം. നമ്മതാ ഇതില് റോഡ് ശരിയല്ല. പുറത്ത് റോഡൊക്കെ നല്ല റോഡെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റോഡൊക്കെ മോശമാണ്. ഇവിടെ ചെറിയ ഹമ്പും കാര്യങ്ങളും കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. കേൾക്കാമോ? ഇതാണ് ടെക്നോ പാർക്ക് ഫേസ് 1 തുടക്കം. ഇതാണ് ഇസ്താംബുൾ റോൾസ് ആൻഡ് ഗ്രിൽസ്. ഇതിൻ്റെ അടുത്ത് സബ്വേയും ഉണ്ട്. ഇത് ടെക്നോ പാർക്ക് ക്യാമ്പസിൻ്റെ അകത്താണ്. ഇവിടെ പുറത്തുനിന്നുള്ളവർക്കും കഴിക്കാൻ വരാം, സീനൊന്നുമില്ല. ആൻഡ് ഇന്ന് തിരക്ക് കുറവാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ അകത്തിരിപ്പുണ്ട്. കഴിക്കാൻ പോവാം. കമാൻ ഗൈസ്. സാധാരണ നല്ല തിരക്കുള്ള സമയമാണിത്. പക്ഷേ ആരുമില്ല, എന്താണെന്നറിയില്ല. പക്ഷേ നമ്മൾ 4 പേരുമുണ്ടല്ലോ. നമ്മൾ 4 പേർക്കായിട്ട് അൽഫാം, ഷവായി. തെറ്റിദ്ധരിക്കില്ല, അത് അനിയത്തിയാണ് ആ കൈ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണകളൊന്നും വരരുത്, അഭ്യൂഹങ്ങളൊന്നും വരരുത്. ചുമ്മാരി പെണ്ണേ. നമ്മൾ 2 അൽഷവായി ക്വാർട്ടർ, 2 അൽഫാം ക്വാർട്ടർ. ഇത് പാട്ടിടല്ലേ അളിയാ, വീഡിയോ എടുക്കുകയില്ലേ? ഓടാ നീറ്റ്. ഇതൊക്കെ എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ മാമൻ കൊണ്ടുവരുന്നതാണ്. പക്ഷെ മാമനത് ഫ്രണ്ട് കൊണ്ടുവരണതാണ്. എല്ലാം ക്രെഡിറ്റ് കാർഡ് ജീവിതമാണ്. ഷവായി, ഷവർമ, അൽഫാം എല്ലാം ഉണ്ട്. ഗായ്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഉടനെ ഉറക്കം പറഞ്ഞു. ഞാൻ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് പാടാം അല്ലേ? വേണ്ട, പാട്ട് പാടാൻ ഞാൻ വീക്കാണ്. ഗൈസ്, നിങ്ങൾ നോക്കണേ. എന്നാൽ എന്തർത്ഥത്തിലായിരിക്കും ഇങ്ങനെ ഈ പിക്ചർ ചെയ്തതെന്ന് ഒരു പിടിയുമില്ല കേട്ടാ. ഗൈസ്, ഇതാണ് ടെക്നോ പാർക്ക് റോഡ്. ഇതുവഴിയാണ് എല്ലാവരും നടന്നു പോകുന്നത്. അത് ഫുട്പാത്ത് വഴി, ഈ വഴി വണ്ടികൾ പോകും. ഗൈസ്, ഇത് ടെക്നോ പാർക്ക് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ എല്ലാവരും വന്നിരിക്കും. പിന്നെ ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിച്ച ഒരു സിനിമ, മുത്തുഗോ സിനിമ. അതിലൊരു സീൻ ഇവിടെ ഉണ്ട്. അങ്ങനെയല്ലേ? ഇതൊക്കെ ഉള്ളത് തന്നെയടേ. വേറെ ആരോ പറഞ്ഞതെന്നാണ് അവന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ
നൈറ്റൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റോപ്പിൽ വന്ന് വെറുതെ ഇരിക്കും ചുമ്മാ. വണ്ടി ഓടിക്കുന്നവര് ഹെൽമെറ്റ് ഇല്ല, ബാക്കിലിരിക്കുന്നവര് ഹെൽമെറ്റ്. തമിഴ്നാട് നിന്ന് ഇറങ്ങി വന്ന് പാണ്ടിപ്പടയിലെ ഹരിശ്രേഷവരാണ്. ഇവിടാണ് മെയിൻ റൗണ്ട്. ഇവിടെയാണ് നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഡബിൾസ് അടിച്ചൊക്കെയാണ് പോവാറ്. എപ്പോൾ സീനാവുമെന്ന് അപ്പം കണ്ടറിയാം. ഗൈസ് അങ്ങനെ നമ്മളകത്ത് കയറി ഇതാ വീണ്ടും ലിഫ്റ്റിലേക്ക് പോകുന്നു. ഗൈസ് ലിഫ്റ്റിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്തി കഴിഞ്ഞു. ഇറങ്ങാൻ പോകുന്നു. ഫിഫ്ത്തിലെത്തി. മൈനസ് ഫിഫ്ത്ത് ഇപ്പൊ തുറക്കും ഗൈസ്. തുറക്കും ആരാന്ന് നമുക്ക് നോക്കാം. ആരുമില്ല ഗൈസ്. അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞു. 4:30 1:30 ആയി ഇപ്പൊ സമയം. അപ്പോൾ നമ്മളെ ക്യാബിന് വേണ്ടി പോവുകയാണ്. ക്യാബിന് വേണ്ടി ഓടണം എന്ന് പറഞ്ഞിട്ട് നടന്നു പോണവനെ കണ്ട, അതാണ് പാർത്ഥിബ്. ഗൈസ് കണ്ട ക്യാബിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇനി വീട് എത്തിയിട്ട് ബാക്കി മെസ്സേജ് ഇടാം. കുറച്ച് ആൾക്കാരുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി വീടിൻ്റെ അടുത്ത് ക്യാബ്. ഇപ്പം ക്യാബ് ബാക്കിൽ നിന്ന് തിരിച്ചെടുക്കുന്ന കണ്ട. ക്യാബിൽ നിന്ന് ഇറങ്ങി വീടെത്തി ഗൈസ്. അപ്പോൾ ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വരാം.